BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി 20ാമത് മനാമ ഡയലോഗ് ഫോറത്തിൽ പങ്കെടുക്കാനായി ബഹ്റൈനിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനുമുള്ള വഴികൾ പരിശോധിച്ചു. കൂടിക്കാഴ്ചയിൽ പ്രധാന പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികളെക്കുറിച്ചും മേഖലയിൽ ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുള്ള രാജ്യാന്തര ശ്രമങ്ങളും വിലയിരുത്തപ്പെട്ടു. കൂടാതെ ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ ആദൽ ഫക്രോ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. ഇന്ത്യൻ രൂപയുമായുള്ള ബഹ്റൈൻ ദിനാറിന്റെ വിനിമയ നിരക്ക് ഉയർന്നു. 224 രൂപയാണ് കടന്നിരിക്കുന്നതെന്ന് 224 രൂപ കടന്നിരിക്കുകയാണ് വിനിമയ നിരക്ക്. അമേരിക്കൻ ഡോളറിന്റെ നിരക്ക് ഉയർന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. കഴിഞ്ഞ ദിവസം ദിനാറിന് 224.33 വരെ വിനിമയ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യൻ രൂപ ഇനിയും തകർച്ച നേരിടുമെന്നും ഡോളറിന്റെ വില ഇനിയും ഉയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഡോളറിന് 85 രൂപ എന്ന നിരക്കിലേക്ക് എത്താനുള്ള സാധ്യതയും പറയപ്പെടുന്നു. ഒരു ഡോളറിന് 85 രൂപ എന്ന നിരക്കിൽ എത്തുകയാണെങ്കിൽ ബഹ്റൈൻ ദിനാറിന്റെ വിനിമയ നിരക്ക് ഇനിയും ഉയരും. രൂപയുടെ വില സർവകാല റെക്കോർഡിലേക്ക് എത്തുന്നതോടെ കൂടുതൽ പേർക്ക് നാട്ടിലേക്ക് പണം അയക്കാം. ഡിസംബർ മുതൽ മാർച്ച് വരെ ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതും വിനിമയ നിരക്ക് ഉയരാൻ പ്രധാന കാരണമാണ്. ഇടപ്പാളയം ആഗോള പ്രവാസി കൂട്ടായ്മ ബഹ്റൈൻ ചാപ്റ്റർ വർഷം തോറും നടത്തിവരുന്ന ചിത്രരചനാ മത്സരം ഈ വർഷവും വിജയകരമായി സംഘടിപ്പിച്ചു. നവംബർ 29 വെള്ളിയാഴ്ച സംഘടിപ്പിച്ച മെഗാ ഇവന്റിന് ദിൽമുനിയ നദീൻ സ്കൂളാണ് വേദിയായത്. ചിത്രരചനാ മത്സരം സീസൺ 6 അകമ്പടിയായി ക്വിസ് മത്സരം കൂടി സംഘടിപ്പിച്ചത് പ്രോഗ്രാമിന് മാറ്റുകൂട്ടി. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ ബഹ്റൈനിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി സ്വദേശികളും വിദേശികളും അടക്കം നിരവധി കുട്ടികൾ പങ്കെടുത്തു. സബ് ജൂനിയർ ചിത്രത്തിന് നിറം കൊടുക്കൽ, ജൂനിയർ ഫെസ്റ്റിവൽ, സീനിയർ വാർ ആൻഡ് പീസ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയായിരുന്നു മത്സരം. സോണിയ ശ്രീകുമാർ, അപർണ സിംഗ്, നിജു ജോയ് എന്നിവരായിരുന്നു ചിത്രരചനാ മത്സരത്തിലെ വിധികർത്താക്കൾ. ബഹ്റൈനിലെ സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ച് തന്നെയായിരുന്നു ക്വിസ് മത്സരവും നടത്തിയത്. 2 പേരടങ്ങുന്ന ടീമുകളായാണ് മത്സരം നടന്നത്. പ്രിലിമിനറി റൗണ്ടിൽ നിന്ന് 4 ടീമുകളാണ് ഫൈനലിൽ എത്തിയത്. ക്വിസ് മാസ്റ്റർ വിനോദ് എസ് ആണ് മത്സരം നിയന്ത്രിച്ചത്. മത്സരത്തിൽ ടീം സാറോ, ടീം ക്വിസ്, ടീം അണ്ടർഡോഗ്സ് എന്നീ ടീമുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. അൽ ജസീറ ഗ്രൂപ്പ് സൺലോലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് അരുൺകുമാർ മുഖ്യ അതിഥിയായി എത്തിയ ഔദ്യോഗിക ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഷാഹുൽ കാലടി സ്വാഗതം പറയുകയും ഫൈസൽ ആനുടിയിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ചിത്രരചനാ മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ധ്രുവിക സദാശിവ്, ആദിഷ്, അരുണിമ രാകേഷ് എന്നിവരും, ജൂനിയർ വിഭാഗത്തിൽ എലീന പ്രസന്ന, ശ്രീഹരി സന്തോഷ്, അമേയ സുനീഷ് എന്നിവരും, സീനിയർ വിഭാഗത്തിൽ ദേവിന പ്രവീൺ, മധുമിത നടരാജൻ, അനന്യ ഷരീഫ് കുമാർ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മത്സരങ്ങളെല്ലാം മികച്ച നിലവാരം പുലർത്തിയെന്നും കുട്ടികളുടെ കലാപരവും വൈജ്ഞാനികവുമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരം മത്സരങ്ങൾ സഹായകരമാകുമെന്നും വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു. മത്സരങ്ങൾക്ക് ശേഷം ഇടപ്പാളയം ലേഡീസ് വിംഗ് അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറി. പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ CT നന്ദി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കീഴരിയൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കൈൻഡിന്റെ രക്ഷാധികാരിയും കീഴരിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ഇടത്തിൽ ശിവൻ മാസ്റ്റർക്കും മറ്റ് ഭാരവാഹികൾക്കും OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മനാമയിൽ സ്വീകരണം നൽകി. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ഉദ്ഘാടനം ചെയ്തു. OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം മുഖ്യ പ്രഭാഷണം നടത്തി. കോഴിക്കോട് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ബിജുവാൽ CK അധ്യക്ഷനായി. ശ്രീജിത്ത് പാനായി സ്വാഗതം പറഞ്ഞു. സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലിയേറ്റീവ് കെയർ സ്ഥാപനങ്ങൾ നടത്തുന്ന പൊതുപ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും നേതാക്കൾ പറഞ്ഞു. കൈൻഡ് ഭാരവാഹികളായ പത്മനാഭക്കുറുപ്പ്, അബ്ദുറഹ്മാൻ കിഴത്ത്, അബ്ദുൾ സലാം തൈഗിൽ, അഷ്റഫ് ഏഴൂരുത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. OICC ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു, ഷമീം KC, പ്രദീപ് മേപ്പയൂർ, ദേശീയ വൈസ് പ്രസിഡന്റുമാരായ ഗിരീഷ് കാളിയത്ത്, സുമേഷ് അനേരി, ദേശീയ സെക്രട്ടറി രഞ്ജൻ കച്ചേരി, സെൻട്രൽ മാർക്കറ്റ്
കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുനീർ പേരാമ്പ്ര, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ്, നിസാം കാഞ്ഞിരപ്പള്ളി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. അനിൽകുമാർ കൊടുവള്ളി നന്ദി പറഞ്ഞു. യോഗത്തിൽ OICC കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ബഹ്റൈൻ സ്ത്രീ ശാക്തീകരണ ദിനം ആഘോഷിച്ചു. ഡിസംബർ 7 ശനിയാഴ്ച വൈകുന്നേരം അദാരി പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ SNCS വനിതാ വിഭാഗം കൺവീനർ സംഗീത ഗോകുൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നീത രവി ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ കൃഷ്ണകുമാർ ഡി, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS, വൈസ് ചെയർമാൻ പ്രകാശ് KP, സിനിമാ താരവും സാമൂഹിക പ്രവർത്തകയുമായ ജയ മേനോൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായുള്ള കുടുംബശ്രീ യൂണിറ്റിന്റെ ഉദ്ഘാടനവും നടത്തപ്പെടും. വനിതകൾ പാകം ചെയ്ത വിഭവങ്ങളുടെ വിപണനവും വിവിധ കലാപരിപാടികളും ചടങ്ങിന് മിഴിവേകി. സുജി അജിത്, അനുപമ പ്രശാന്ത് എന്നിവർ മുഖ്യ അവതാരകരായ ചടങ്ങിൽ സിനി അമ്പിളി നന്ദി പ്രകാശിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ച് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട യുവനടി മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിൽ നടപടിയുണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തെഴുതിയത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും കത്തിൽ അതിജീവിത ചൂണ്ടിക്കാട്ടി. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നും അത് പലതവണ തുറന്നു പരിശോധിച്ചെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടിയുടെ അസാധാരണ നീക്കം. കോടതിയിലെത്തിച്ച മെമ്മറി കാർഡ് തുറന്നതിൽ ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടി ഉണ്ടാകേണ്ടതെന്നും അതിനാലാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചതെന്നും നടി വ്യക്തമാക്കി. തന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് തുറന്നതായി തെളിവുണ്ടായിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് പോലും നടപടി ഉണ്ടായില്ലെന്നും അതിജീവിത പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനത്തിൽ കേരള സർക്കാരിൽ നിന്ന് ഇതുവരെയും മറുപടി ലഭിച്ചില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഇക്കാര്യം വിശദീകരിച്ച സിദ്ധരാമയ്യ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. സർക്കാരിന് നൽകിയ വാഗ്ദാനത്തിൽ നാളിതുവരെയായിട്ടും മറുപടി ലഭിക്കാത്തതിനാൽ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും ഇപ്പോഴും വീട് നിർമ്മിക്കാനുള്ള സ്ഥലം പണം കൊടുത്ത് വാങ്ങാനും നിർമ്മാണം നടത്താനും കർണാടക സർക്കാർ തയ്യാറാണെന്നും കത്തിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കി. വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 100 വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിരുന്നുവെന്നാണ് കത്തിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നത്. കേരള ചീഫ് സെക്രട്ടറി തലത്തിലും വിഷയം സംസാരിച്ചിരുന്നു. വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്നും കത്തിൽ സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടി. മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. നിയമസഭയിലാണ് സ്റ്റാലിൻ പ്രസ്താവന നടത്തിയത്. പെരിയാറുടെ നവീകരിച്ച സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ സ്റ്റാലിൻ നാളെ കോട്ടയത്തെത്തുമ്പോൾ ആകും ചർച്ച നടക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേരളം നേരത്തെ തള്ളിയിരുന്നു. സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണിയെന്നാണ് കേരളത്തിന്റെ നിലപാട്. അറ്റകുറ്റപ്പണികൾക്കുള്ള ഉപകരണങ്ങൾ ഡാം പരിസരത്തെത്തിക്കാനുള്ള നീക്കവും കേരളം അനുവദിച്ചില്ല. ഇതിന് പിന്നാലെ തമിഴ് രാഷ്ട്രീയത്തിൽ വിഷയം ചർച്ചയായി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ ചോദ്യത്തിനാണ് ഡാം അറ്റകുറ്റപ്പണിയിൽ കേരളവുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞത്. സന്നിധാനത്ത് 18ാം പടി കയറാനും ദർശനത്തിനുമുള്ള വലിയ തിരക്ക് തുടർന്നു. 22 ദിവസത്തിനിടെ 67,597 പേരാണ് ചികിത്സ തേടിയത്. പകൽ ചുട്ടുപൊള്ളുന്ന വെയിലിലാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സന്ധ്യയാകുമ്പോഴേക്കും കോടമഞ്ഞു നിറയും. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റം പനി പടരാൻ ഇടയാക്കി. ഇന്നലെ 78,036 പേർ ദർശനം നടത്തി. അതിൽ 14,660 സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് 18ാം പടി കയറിയത്. ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്ന സമയത്തും ക്യൂ ശരം കുത്തി കഴിഞ്ഞിരുന്നു. പമ്പയിൽ നിന്ന് മണിക്കൂറിൽ 4200 മുതൽ 4300 വരെ തീർത്ഥാടകർ മല കയറുന്നുണ്ട്. നിലയ്ക്കലിലും പമ്പയിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.